ഓം ശ്രീ സായിറാം. പുട്ടപർത്തിയിൽ നിന്ന് ശ്രീ സത്യസായി പ്രേമവാഹിനി രഥത്തിലേറി വന്ന നമ്മുടെ എല്ലാമായ ഹൃദയേശ്വരനായ ശ്രീ സത്യസായി ഭഗവാനെ സ്വീകരിച്ച ഈ 2 ദിവസവും ഭക്തി നിർഭരമായ നിമിഷങ്ങളായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും സമ്മാനിച്ചത്. താലപ്പൊലി വാദ്യമേളങ്ങളുടെ കൺവീനർ പൂർണ്ണകുംഭത്തെ സ്വീകരിച്ചു. മഹിളകൾ കലശവുമായി ഭഗവാനെ സ്വീകരിച്ചു. നിരവധി ഭക്തജനങ്ങൾ ഭഗവാനെ ഒരു നോക്ക് കാണാൻ പെരുമ്പാവൂർ സമുദ്രയിൽ സന്നിഹിതരായിരുന്നു. ഭഗവാൻ വന്ന പ്രേമവാഹിനി രഥം കണ്ട മാത്രയിൽ എനിക്ക് കരച്ചിൽ വന്നു. എന്തിനാണെന്നറിയില്ല. സ്വാമി നൽകിയ അനുഭൂതി ആനന്ദക്കരച്ചിലായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. പുട്ടപർത്തിയിൽ സ്വാമിയെ എങ്ങനെയാണോ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമായിരുന്നു പ്രേമവാഹിനി രഥത്തിലെ എല്ലാ സജ്ജീകരണങ്ങളും. സ്വാമി ഇരിക്കുന്നു. സ്വാമിക്ക് കാവലായി 2 സിംഹങ്ങൾ, സ്വാമിയുടെ പാദുകങ്ങൾ, പുഷ്പാലങ്കാരങ്ങൾ, തൂണുകൾ പോലും അതേപടി പോലെ തോന്നിച്ചു. സ്വാമിയുടെ ആരതിക്ക് ശേഷം ആ പുണ്യസ്ഥലം കർട്ടനിട്ട് മറയ്ക്കും. അതുപോലെ തന്നെ പ്രേമവാഹിനി രഥത്തിലും കർട്ടനുകൾ വന്ന് തനിയെ അടയുന്നു. സ്വാമി ഒരു ദിവസം റെസ്റ്റ് ചെയ്തത് സ്വാമി പെരുമ്പാവൂർ സമിതിയിലായിരുന്നു. ആ 2 ദിവസവും ആഹ്ലാദത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. സ്വാമി വന്നതും സ്വാമി പോയതും എല്ലാം ഒരുപാട് ജനങ്ങൾ കാത്തുനിന്നു സ്വാമിയുടെ അനുഗ്രഹത്തിനായിട്ട്. സ്വാമി എല്ലാവർക്കും വേണ്ട ധാരാളം സ്നേഹവും സഹനവും സഹായവും നൽകി അനുഗ്രഹിച്ചു. സ്വാമിയെ കാണാനായിട്ട് എത്ര ദൂരെ നിന്ന് ആളുകൾ വന്ന, സ്റ്റേറ്റിൽ നിന്നും എറണാകുളം ജില്ലയിൽ നിന്നും ഒരുപാട് ഡിവോട്ടീസ് തലേ ദിവസം അവിടെ താമസിച്ചു. പിറ്റേ ദിവസം സ്വാമിയുടെ വാഹനത്തെ അനുഗമിച്ചാണ് കീഴിലം വരെ കൊണ്ടാക്കിയത്. അതിനെല്ലാമുള്ള ഭാഗ്യം ഭഗവാൻ നമുക്ക് സമ്മാനിച്ചതിന് 1000 നന്ദി ഭഗവാനോട്. നമ്മൾ എത്ര ചെറിയ കാര്യം പറഞ്ഞാലും അത് സാധ്യമാക്കി തരുന്ന ഭഗവാന് ഒത്തിരി നന്ദി, സ്നേഹം. സ്വാമി അങ്ങേക്ക് യാത്ര പറയുമ്പോൾ എല്ലാവരും കരച്ചിലായിരുന്നു. സ്വാമി സ്വാമി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ രഥത്തിൻ്റെ പുറകെ പോകുന്നൊരു കാഴ്ച. അത് വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ പുറകെ രാധികമാർ ഓടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തന്നെയാണ് ഞങ്ങളും സ്വാമി സ്വാമി എന്ന് വിളിച്ചിട്ട് പുറകെ ഇങ്ങനെ പോകുകയാണ്. കുറച്ച് ദൂരം ഇങ്ങനെ എല്ലാവരും പോയി. സ്വാമി ഒരു ഫീലാണ്, ഒരു അനുഭവമാണ്. സ്വാമി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ ഒരടി സ്വാമിയിലേക്ക് വെച്ചാൽ സ്വാമി നമ്മുടെ അടുത്തേക്ക് 100 അടി വയ്ക്കും എന്നാണ് വിശ്വാസം. സ്വാമിയുടെ ഈ അനുഗ്രഹത്തിന്, സ്വാമിയിലേക്ക് എത്താനായി എനിക്ക് സാധിച്ചതിന് ഏറ്റവും നന്ദിയോടെ സ്വാമിയെ എന്നും സ്മരിക്കുന്നു. സ്വാമിയിലേക്ക് എത്താൻ എന്നെ അനുവദിച്ചതിന്, എൻ്റെ കൂട്ടുകാർ വഴി എനിക്ക് സ്വാമിയിലേക്ക് എത്താൻ അനുവദിച്ചതിന് 1000 നന്ദി സ്വാമി. എത്ര പറഞ്ഞാലും മതിയാകില്ല സ്വാമി. സ്വാമി നമ്മളെ കാണാനായിട്ട് പെരുമ്പാവൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളം മുഴുവൻ എത്തിയിരിക്കുകയാണ്. നന്ദി സ്വാമി.